ആ നാട്ടിലെ ഒരു പണിക്കും പോകാത്ത ഒരു കുഴിമടിയനായിരുന്നു ഈ കിടക്കുന്ന മനുഷ്യൻ. ഒടുവിൽ വീട്ടുകാർ ചവിട്ടി പുറത്താക്കിയപ്പോൾ ഇനി എന്ത് എന്ന വിചാരം അയാളെ അലട്ടി. നാട്ടുകാർ അയാളെ കളിയാക്കി. പണിക്ക് പോകാത്ത തെണ്ടി ചറ്റ പാട്ടി. മുഴുപട്ടിണിയിലാണ് അവന് ആ ബിസിനസ് ഓർമ്മ വന്നത്. ഇത് പൊളിക്കും, ഇനി ഞാനാണ് ഈ നാട്ടിലെ രാജാവ്. കണ്ടില്ലേ, ഇന്ന് അയാൾ കോടീശ്വരനാണ്. അദ്ദേഹം കണ്ടെത്തിയ പുതിയ ബിസിനസ്സിൽ വീടും നാടും മനസ്സറിഞ്ഞ അയാളെ പുകഴ്ത്തി. പണ്ടയാളെ തെണ്ടി ചെറ്റേ പട്ടി എന്ന് വിളിച്ചവർ ഇപ്പോൾ പറയുന്നത് മിടുക്കൻ, മിടുമിടുക്കൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ പുതിയ ബിസിനസ് സാമ്രാജ്യം നമുക്കൊന്ന് കാണണ്ടേ? കണ്ടുകളയാം. ഭക്തജനങ്ങളെ, എന്നെ വിശ്വസിച്ചവൻ വഴിയാധാരമാവില്ല. ദക്ഷിണ വയ്ക്കുവൻ, ദക്ഷിണ. ദക്ഷിണ എവിടെ? ദക്ഷിണ. എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഈ ഭവതി നിങ്ങളിൽ ദൈവ സാന്നിധ്യം കാണുന്നു. നിങ്ങൾ ഇന്നു മുതൽ ഈ ദാസന്റെ സന്നിധിയിൽ എന്റെ ആശ്രമത്തിൽ വാഴണമെന്ന് നാം കൽപ്പിക്കുന്നു. അടുത്ത 10 ദിവസം ഭവതി എന്റെ കൂടെ എന്റെ ആശ്രമത്തിൽ താമസിച്ച് പതിവൽ കാരുണ്യം നേടാനുള്ള എന്റെ പാതാരവിന്ദങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. വലി കുടി അർമാദം, എന്താ സുഖം. അധ്വാനം ദുഃഖമാണുണ്ണി, ഭക്തിയല്ലോ സുഖപ്രദം.